സദസ്സിന് വന്ദനം. സാർ എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല സാർ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ സാറേ. ഇപ്പൊ കണ്ട ബംഗാളികളുടെ കേസ് നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കണോ? സാർ എന്താടാ വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ? സാറേ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ സാറേ. അമ്മ ഈ പൊട്ടച്ചക്കൻ ഇവനോട് ചോദിച്ചാൽ ഇവൻ പറയും കൊച്ചെന്തേന്ന്. പറയടാ സാറേ. അവനൊന്നും ചെയ്യല്ലേ. അവന് പെങ്ങളെന്ന് വെച്ചാൽ ജീവന. ഞങ്ങളുടെ പൊന്നുമോൾ ഞങ്ങളോട് പറയാതെ എങ്ങും പോകില്ല സാറേ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഞങ്ങളെ പൊന്നുമോളെ ഒന്ന് കണ്ടുപിടിച്ച് തരാ സാറേ. പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്ക് പോലും പേടിയാണ്. സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കെല്ലാം ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നു ഈ വിടവാടി കാന്താരി. ഓ അച്ഛാ ഇന്ന് ടൗണിൽ പോയി വരുമ്പോൾ മോൾക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമോ? എനിക്കും. അച്ഛൻ ടൗണിൽ പോയി വരുമ്പോൾ മക്കൾക്ക് എല്ലാം വാങ്ങിക്കൊണ്ടുവരാട്ടോ. അച്ഛനും അമ്മയും ടൗണിൽ പോയി വരുമ്പോൾ എല്ലാം കൊണ്ടുവരാൻ കേട്ടോ. രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? പൊന്നു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം. ചേട്ടനും എടുത്തു കൊടുക്കണം. വാ ചേട്ടാ പോകാം. സേട്ടാ അയ്യോ ഇവിടെ അച്ഛനില്ലല്ലോ മാമ. എന്താ? അറിയായിരുന്നു. എങ്കിലും അങ്കിളിന്റെ പൊന്നു മോൾക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ? ഹായ് ചോക്ലേറ്റ്. മോൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. താങ്ക് യു. ഹേയ് എന്താ ചെയ്യുന്നേ? വീട്. അയ്യോ മോളൊന്നും ചെയ്യല്ലേ. മോൾക്ക് പേടിയാകുന്നു. മോളൊന്നും ചെയ്യല്ലേ. മിണ്ടാതിരിക്കടി. അയ്യോ മോളൊന്നും ചെയ്യല്ലേ. മോൾക്ക് പേടിയാകുന്നു. ചത്തു. പോലീസ് കുപ്പത്തൊട്ടി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. പറയൂ ചേച്ചി പറയൂ, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിലും കണ്ട നാട്ടിൽ നിന്ന് ബംഗാളികൾ കേരളത്തിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. എനിക്കും എൻ്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. മാർക്കെ ഞാൻ എൻ്റെ പൊന്നു മോളെന്ന് കാണട്ടെ. മാർക്കെ നമ്മുടെ മോളെ കിട്ടിയോ? ഏട്ടാ കിട്ടി നമ്മുടെ മോളെ. നമ്മുടെ മോൾ ഇങ്ങനെ പുതച്ച് കിടന്നോട്ടെ. ഇങ്ങനെ വെള്ള തുണിയിൽ പുതച്ച് കിടന്നോട്ടെ. നമ്മുടെ മോള് ഇങ്ങനെയാണ് പുതച്ച് കിടക്കുക. കിടന്നോട്ടെ. ആർക്കാണ് ഇതിൽ കണ്ണു കാണാത്തത്? കുട്ടിയുടെ അച്ഛനോ അതോ സമൂഹത്തിനോ? ആർക്കാണ് ഇതിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത്? കുട്ടിയുടെ ചേട്ടനോ അതോ നമുക്ക്? നന്ദി, നമസ്കാരം.